ഹലോ, വീണ്ടും ഒരു ട്രാവൽ വ്ലോഗായിട്ട് വന്നിട്ടുണ്ടേ. ഈ യാത്ര വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ നാട്ടിലോട്ട് തന്നെ. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ക്വാർട്ടേഴ്സ് കേട്ടോ. 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് 6:30 മഴക്കാലം ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും പച്ചപ്പും ഹരിതാപും ഇവിടെ. ഇത്രയും തെങ്ങ് ഒരുമിച്ച് പൂനെയിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ട്രെയിനും ആണെങ്കിൽ കയറിയ വഴി തന്നെ ഉറക്കമായിരുന്നു. ഇവിടുത്തെ ഡിവൈഡേഴ്സ് എല്ലാം നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി ഒരു ദോശയും വാങ്ങിച്ച് അവനും കൊടുത്തു, ഞങ്ങളും കഴിച്ചു. ഫുഡ് കിട്ടിയില്ലെങ്കിലും ചായ മസ്റ്റാണ്. ഇത് പോകുന്ന വഴി കണ്ട ഒരു കൃഷിത്തോട്ടമാണേ. ക്യാബേജും അതുപോലെ തന്നെ നമ്മുടെ പോമോഗ്രാനൈറ്റും കൂടി ഉള്ളൊരു കൃഷിത്തോട്ടമായിരുന്നു. നമ്മളൊരു 3 ദിവസം കൊണ്ട് പൂനെയിൽ നിന്ന് കേരളത്തിൽ എത്താനാണ് പ്ലാൻ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിച്ചേക്കാമെന്ന്. കാറിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് അത്ര സ്റ്റേബിൾ അല്ല കേട്ടോ. പോണ വഴി കണ്ട ഒരു ഡാമാണ് ഇത്. പിന്നെ ഒരു യൂണിവേഴ്സിറ്റി കണ്ടു. നമ്മുടെ സ്കൂളിൻ്റെ അത്ര പോലും വലുപ്പമില്ല. ആദ്യത്തെ 2 ദിവസത്തെ യാത്ര ക്ലൈമറ്റ് നല്ലതായിരുന്നത് കൊണ്ട് തന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പൂനെയുടെ ബോർഡർ തൊട്ട് പിന്നെ അങ്ങോട്ട് കാറ്റാടിപ്പാടങ്ങളായിരുന്നു. ഫസ്റ്റ് ഡേ ഞങ്ങൾ സ്റ്റേ ചെയ്തത് കർണാടകയിലെ ഹോസ്പെറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നേ. അവിടെ തുംഗഭദ്ര ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെ കർണാടക സ്റ്റേറ്റ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മയൂര എന്ന് പറയുന്ന ഹോട്ടലുണ്ട്. അവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. അവിടെ ചെന്നൊന്ന് ഫ്രഷായി രാത്രിക്ക് രാമായണം ഞങ്ങൾ ഡാം കാണാൻ ഇറങ്ങി പുറപ്പെട്ടു. ആദ്യമായിട്ടാണ് ഞാൻ ഡാമിലെ വെള്ളത്തിൽ ഓളങ്ങൾ കാണുന്നത്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഹംപി കാണാൻ ഇറങ്ങി. ആനന്ദം മൂവിയിലൂടെ എല്ലാവർക്കും ഫേമസ് ആയിരിക്കുമല്ലോ ഈ ഹംപി എന്ന് പറഞ്ഞ സ്ഥലം. സമയക്കുറവുള്ളത് കാരണം ഞങ്ങൾ ഹംപിയിലൂടെ ഒരു ഓട്ട പ്രദർശനം നടത്തി. കാണുന്നത് പഴയ രാജാക്കന്മാരുടെ എന്തോ ഓഡിറ്റോറിയം ആണ്. ഇത് ഹസറ രാമചന്ദ്ര ടെമ്പിളാണ്. ടെമ്പിളും അതിൻ്റെ പരിസരവും അതുപോലെ തന്നെ അതിലെ കൊത്തുപണികളും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് പണ്ടേ ഹിസ്റ്ററി വലിയ വശമില്ലാത്തതുകൊണ്ട് ആ ഭാഗം ഞാൻ ചിന്തിക്കാൻ പോയില്ല. ദർശനേ പുണ്യം അത്ര തന്നെ. എൻ്റെ മെയിൻ എയിം ഒരു റീൽ വീഡിയോ എടുക്കാന്നുള്ളതായിരുന്നു കേട്ടോ. അതെന്തായാലും നടന്നു കിട്ടി. ഹംപിയിലെ ഓട്ടപ്രദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയാണ് ഈ ചുവന്ന നിറത്തിലുള്ള തടാകം കാണുന്നത്. ഇത് ഹംപിയിലോട്ടുള്ള മെയിൻ കവാടമായിരുന്നു. ഞങ്ങളുടെ ഡ്രൈവർ ഓൺ ഡ്യൂട്ടിയാണേ. ഹംപിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ടണൽ വഴി വേണം പുറത്തേക്ക് പോകാൻ. പിന്നീട് അങ്ങോട്ടുള്ള കാഴ്ചകൾ മൊത്തം സൂര്യകാന്തി പാടങ്ങളും ജമന്തി പൂക്കളും വാടാമല്ലി പൂക്കളൊക്കെ ആയിരുന്നു. ഇതിൻ്റെ എല്ലാം കൂടെ കാറ്റാടി പാടങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഒട്ടുമിക്കതും കറങ്ങുന്നുണ്ടായിരുന്നില്ല. 2ാമത്തെ ദിവസവും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയി കിട്ടി. ഉച്ചയ്ക്ക് വാങ്ങിച്ചൊരു താലി മീൽസാണ്. കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഡേ നമ്മൾ കൃഷ്ണഗിരിയിലായിരുന്നു സ്റ്റേ. തമിഴ്നാട്ടിലെത്തിയിട്ട് ഇച്ചിരി പൂ വാങ്ങിച്ച് വെക്കാതെ എങ്ങനെയാ. 3 ദിവസം ഇവനെ മേയ്ക്കാൻ ഇച്ചിരി കഷ്ടപ്പെട്ടു. പിന്നെ ചിപ്സും ബിസ്ക്കറ്റും ഇച്ചിരി ഫോണൊക്കെ കൊടുത്തങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ഞങ്ങൾ. തമിഴ്നാട് വരെ ജേണി ഭയങ്കര സ്മൂത്തായിരുന്നു. ഹൈവേസ് എല്ലാം ഫ്രീ ആയിരുന്നു. റോഡെല്ലാം നല്ല സ്മൂത്തായിരുന്നു. കൃഷ്ണഗിരിയിൽ നിന്ന് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഫുൾ ബ്ലോക്കും ട്രാഫിക്കും. പിന്നെ പുറത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ അങ്ങ് ഇരുന്നു. ഈ കാണുന്നതാണ് കേട്ടോ വിൻഡ് മില്ലിൻ്റെ ലീഫ്. ഒരു ചെറിയ ഫ്ലൈറ്റിൻ്റെ അത്രയും നീട്ടമുണ്ട് അതിന്. അങ്ങനെ 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞാനൊരു മലയാളം ബോർഡ് കണ്ടു. പിന്നെ പാലക്കാട് ലുലു മോള് കണ്ടു. കുതിരാൻ ടണൽ കണ്ടു. അവിടെ നിന്ന് അങ്ങോട്ട് കുണ്ടും കുഴിയും ട്രാഫിക്കും കടന്ന് ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്.